ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 4-ാം വാക്യം. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നോമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപവാസം, പ്രാർത്ഥന, ധർമ്മദാനം. ഇന്നത്തെ വായനയിൽ ഈ 3 കാര്യങ്ങളെ കുറിച്ച് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളെ കുറിച്ചും ഈശോ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് എൻ്റെ ഈശോ എനിക്ക് പറയുന്നുണ്ട്. ഇവയൊക്കെ നീ ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്യണം? രഹസ്യത്തിൽ ചെയ്യണം. നീ ഉപവസിക്കുമ്പോഴും, നീ പ്രാർത്ഥിക്കുമ്പോഴും, നീ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും അത് രഹസ്യമായിട്ട് ചെയ്യുവാനായിട്ട് തയ്യാറാവണം. ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്നത് തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം പരസ്യമായിട്ട് ചെയ്തോളൂ. എന്തിനാ ഈ പരസ്യമായിട്ട് ചെയ്യുന്നത്? കാരണം ഞാൻ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നു, ഞാൻ അംഗീകാരം ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തില് എനിക്ക് സ്ഥാനമാനവും അംഗീകാരവും ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ പരസ്യമായിട്ടാണ് ചെയ്യുന്നത്. രഹസ്യമായിട്ട് ചെയ്യാനായിട്ട് നമുക്കൊക്കെ ഇന്ന് ഇഷ്ടമില്ല. എന്നാൽ ഈശോ നമ്മളോട് പറയുന്നത് എന്താ? നീ ചെയ്യുന്നതെല്ലാം രഹസ്യമായിട്ട്. കാരണം നിന്നെ അറിയുന്ന നിന്റെ ദൈവത്തിന്റെ മുൻപിലാണ് നീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നീ നിന്റെ ജീവിതത്തില് ഒന്നും ചെയ്യരുത്. നീ ഉപവസിക്കുന്നതും, നീ പ്രാർത്ഥിക്കുന്നതും, നീ മറ്റുള്ളവരെ സഹായിക്കുന്നതും ദൈവത്തിന്റെ മുൻപിലായിരിക്കണം. മറ്റുള്ളവരുടെ മുൻപിൽ നീ ഇത് കാണിച്ചുകൊണ്ട് അവരിൽ നിന്ന് സ്ഥാനമാനങ്ങളും അംഗീകാരവും നീ ആഗ്രഹിച്ചാൽ നീ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ കൊണ്ട് ഫലമുണ്ടാവുകയില്ല എന്ന് വചനത്തിലൂടെ ഈശോ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഉപവസിക്കുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്? മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട്, മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ആഗ്രഹിച്ചുകൊണ്ടാണോ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ ദൈവത്തിന്റെ മുൻപിൽ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യാതെ രഹസ്യമായിട്ട് ദൈവത്തിന്റെ മുൻപിൽ ദൈവം കാണുന്നതിന് വേണ്ടി ചെയ്യുവാനായിട്ട്, ഈശോയെ പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴും അതൊരിക്കലും പ്രശസ്തിക്ക് വേണ്ടിയാവാതെ അവരുടെ നന്മയെ പ്രതി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ പ്രതിഫലം ലഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് മനുഷ്യന്റെ പ്രതിഫലം ആഗ്രഹിക്കാതെ ദൈവത്തിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാം ദൈവ നന്മയ്ക്കായിട്ട് സന്തോഷത്തോടുകൂടി രഹസ്യമായിട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.